നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സ്ഥിതികളും മാറുന്ന ഒരു സമയമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മളുടെ ദർശനം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ എപ്പോഴും ആരംഭിക്കുന്നു, അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ അധപ്പതനങ്ങൾ മാറി, അവഗണനകൾ മാറി, പരിഗണനയും ഉയർച്ചയും ഉണ്ടാകുന്നത്. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടു കൂടി വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിക്കപ്പെടാൻ ഒരു കാലമുണ്ടെങ്കിൽ പരിഗണിക്കപ്പെടാൻ ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം യാക്കോബിന് പ്രത്യക്ഷനായ, സ്വപ്നത്തിൽ പ്രത്യക്ഷനായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ബേഥേൽ എന്ന് പറയും. അവിടെ വെച്ച് ദൈവം യാക്കോബിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-13 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുക. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഹല്ലേലൂയ. പിന്നീട് പറയുന്നത് ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ പരക്കും. അപ്പം യാക്കോബ്, എനിക്ക് സകലം നഷ്ടമായി. എല്ലാവർക്കും ഉണ്ടെങ്കിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. അപ്പന്റെ അനുഗ്രഹമുണ്ട്, സഹോദരന്റെ ജ്യേഷ്ഠന്റെ അനുഗ്രഹം, അവകാശങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്തവനെ പോലെ ഒരു രാത്രിയിൽ ഒരു കല്ല് മാത്രം തലയണയായിട്ട് വെച്ച് കിടന്ന് രാത്രി ഉറങ്ങുന്ന സമയത്താണ്, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കിടക്കുമ്പോഴാണ് ദൈവം അവരോട് ദർശനത്തിൽ സംസാരിക്കുകയാണ്, നിനക്ക് ഞാൻ എല്ലാം തരും, എല്ലാം നിനക്ക് നൽകിത്തരും. ഈ അപ്പനും അല്ലെങ്കിൽ നിന്റെ വല്യപ്പനായ അബ്രഹാമിനും അവകാശമായിരുന്ന സകലതും നിനക്കാണ് ദൈവം നൽകാൻ പോകുന്നത്. ഹല്ലേലൂയ. ആ ഒരു അവസരത്തിൽ അവനെടുത്ത തീരുമാനമാണ് ദൈവം അവനെ ആ ഒരു ദൈവിക ദർശനത്തിലേക്ക് എത്തിച്ചത്. അവൻ ഉറക്കമുണർന്നപ്പോൾ അവനെടുത്ത തീരുമാനങ്ങൾ വലുതായിരുന്നു. അപ്പൊ ദൈവം ദർശനം തരുമ്പോൾ, ദൈവികമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ റെസ്പോൺസ് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ചില ദൈവശബ്ദം കേൾക്കുകയും ദൂതുകൾ പലതവണ കേൾക്കുകയും ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല, ഒരു വാക്ക് പോലും ദൈവത്തോട് പറയാനില്ല, ഒരു തീരുമാനം എടുക്കാൻ തയ്യാറല്ല, വന്നതുപോലത്തെ ഒരു പോക്ക്. ദൈവത്തെങ്കിലേക്ക് ദൈവശബ്ദം കേൾക്കുകയോ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ പ്രകടമായ മാറ്റങ്ങൾ വരണം, ഹൃദയത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ ശേഷി ഉണ്ടാകണം. ഈ മോശ ഹോരേബിൽ വെച്ചാണ് 80-ാമത്തെ വയസ്സിൽ ദൈവിക ദർശനം കാണുന്നത്. ഒരു കത്തുന്ന മുൾപ്പടർപ്പ് കാണുക, ഭയങ്കര തീക്കകത്തൊരു മുൾപ്പടർപ്പ്, പക്ഷെ അതിൽ ഒരു ഇല പോലും കരിഞ്ഞു പോകുന്നില്ല. അപ്പൊ ഭയങ്കര തീജ്വാലയുണ്ട്. മോശ ഇതെന്താണെന്ന് അറിയണമല്ലോ എന്ന് അങ്ങോട്ട് അടുത്ത് വന്നപ്പോൾ ആ തീജ്വാലയുടെ നടുവിൽ നിന്ന് ദൈവം സംസാരിക്കുക, മോശേ മോശേ, ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ്. എന്റെ ജനം മിസ്രൈമിൽ പീഡിപ്പിക്കപ്പെടുന്ന കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ ശബ്ദം എന്റെ കാതിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുക, അതുകൊണ്ട് ഞാൻ നിന്നെ അയക്കാൻ പോവുക. അപ്പൊ ദൈവശബ്ദം അവിടെ വെച്ച് കേൾക്കുമ്പോൾ മോശയുടെ ആ പ്രതികരണത്തിലാണ് ദൈവം ടേണിംഗ് പോയിന്റ്. ആദ്യം മോശയൊക്കെ അല്പം റിലക്റ്റന്റ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ വലിയ സാഹസത്തിന് മോശ തയ്യാറാകുകയാണ്. താൻ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്ന ഇടത്തേക്ക് തിരികെ അവിടുത്തെ രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലാനോ? അപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ തിരിച്ചവിടെ ചെന്ന് രാജാവിനോട് ദൈവം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കാനോ? പക്ഷെ മോശ ആ ദൈവശബ്ദം അനുസരിച്ചു. അങ്ങനെ അനുസരിച്ചത് കൊണ്ട് ദൈവം അവനെ ഉപയോഗിക്കുവാനിടയായി. അപ്പൊ ദൈവശബ്ദം എവിടെ വെച്ച് കേൾക്കുന്നു, ആ കേൾക്കുന്ന സ്ഥലത്ത് വെച്ച് എടുക്കുന്ന തീരുമാനം വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ വെച്ചാണ് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുക. പത്രോസിന്റെ ജീവിതത്തിൽ അങ്ങനെയല്ലായിരുന്നോ? കർത്താവിനോട് സംസാരിക്കുകയാണ്, പടക് നീ ആഴത്തിലേക്ക് നീക്കി വീശുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. അതൊന്ന് അനുസരിക്കാൻ തയ്യാറായപ്പോൾ പെരുത്ത മീൻകൂട്ടം കയറി. ഉടനെ തന്നെ യേശുവിന്റെ അടുത്ത മറുപടി വന്നിരിക്കുന്നു, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അപ്പൊ ചുരുക്കത്തിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണമെങ്കിലോ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലോ നമ്മുടെ പ്രതികരണം, ദൈവദർശനം ഉണ്ടാകുന്ന സമയത്ത്, ദൈവം ഇടപെടുന്ന ആ സമയത്ത്. എല്ലാവരോടും എല്ലാ സമയത്തും ദൈവം ഇടപെടുന്നില്ല, അങ്ങനെ ദൈവം ചെയ്യുന്നില്ല. പക്ഷെ ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്.
യഹോവയെ കണ്ടെത്താകുന്ന കാലം എന്ന് പറയുന്നൊരു സമയം. അവിടെ ദൈവം ഇടപെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പ്രതികരിക്കണം. എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു മറുപടി. ഇത് നോക്കണം, ഈ മോശയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ മോശ ദൈവസന്നിധിയിൽ പ്രതികരിക്കുമ്പോൾ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നോക്കണം. അവനെ കഴിഞ്ഞ കാര്യങ്ങൾ ദീർഘവർഷങ്ങൾ 40 വർഷം അവൻ അവഗണിക്കപ്പെട്ടിടത്തുനിന്ന് ദൈവം അവനെ ഉയർത്താൻ തീരുമാനിക്കുകയായിരുന്നു. അവന്റെ സ്വന്തം സഹോദരന്മാരാണ് അവനെ തള്ളിക്കളഞ്ഞത്. അവന്റെ സഹോദരന്മാർ പറയാണ്, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവ് ആക്കിയത് ആരാണ് എന്ന് പറഞ്ഞ് അവനെ ഉന്തിക്കളഞ്ഞെന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം, അപ്പോസ്തല പ്രവൃത്തി 7:35 നോക്കണം. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആരെന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. കേട്ടോ, ആ ദർശനം, മുൾപ്പറപ്പിൽ കിട്ടിയ ദർശനം കൊണ്ട് ദൈവം ടേൺ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അധികാരിയും ന്യായകർത്താവ് ആക്കിയത് ആരാണെന്ന് കളിയാക്കിയതിന്റെ ഒരു മറുപടി വെളിപ്പെടാനായിട്ട് ഈ ദർശനം ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. ആ മോശയെ തന്നെ ദൈവം അധികാരിയാക്കി മാറ്റി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തില് ഇന്ന് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുകയല്ലേ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളിന്ന് നിൽക്കുന്നത് അതിന് ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു സ്ഥലത്തോ സാഹചര്യത്തിലോ ആയിരിക്കും. പക്ഷെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ദൈവശബ്ദത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അവിടെയാണ് ദൈവം അടുത്ത മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കൊണ്ടുപോകും. ദൈവത്തിന്റെ ഇപ്പം പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നതിനാക്കും. പിന്നെ പത്രോസിന്റെ കാര്യം നോക്കുന്നത് കർത്താവാണ് അവനെ മാറ്റുന്നത്. ഇപ്പം പൗലോസ് ദമസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ചാണ് യേശുവിനെ, തേജോരൂപിയായ യേശുവിനെ കണ്ടിട്ട് കുതിരപ്പുറത്ത് താഴെ വീഴുന്നൊക്കെ. അപ്പൊ എന്താ ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പിന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞു തരും, അതുപോലെ ഇനി പൊക്കോണം, നീ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു തരും, അതിനുശേഷം എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു തരും. ഇതതുപോലെ ചുരുക്കം പറഞ്ഞാൽ, ദൈവിക ദർശനം നമുക്ക് എപ്പോൾ കിട്ടുന്നു ആ സമയം മുതൽ കർത്താവ് പറയുന്നതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെയുള്ള വഴി തീരുമാനിക്കുന്ന എല്ലാം കർത്താവ്. നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന കർത്താവ്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളെ ദൈവം നിയന്ത്രിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ആകുലപ്പെടുന്ന വിഷയങ്ങളുടെ മേലൊക്കെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ മേലുള്ള ദൈവിക ദർശനവും ദൈവിക വിളിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ആ വിഷയങ്ങൾ. ഞാൻ എന്താണ് ദൈവത്തിൻ്റെ അടുക്കലത്തെ തീരുമാനം? ദൈവം ഇത്ര എന്നോട് സംസാരിച്ചിട്ട് ഞാൻ എന്താണ് അവനോട് സംസാരിച്ചിട്ടുള്ളത്? എന്താ ഞാൻ ദൈവത്തിനോട് മറുപടി പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിന് എന്നോട് ഉറപ്പുണ്ടോ? എന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിന്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവത്തോടൊരു മറുപടി പറയാൻ, ദൈവത്തോടൊന്ന് സംസാരിക്കാൻ, ദൈവത്തിന്റെ കൂടെ നടക്കാൻ, ദൈവത്തിന് ഇഷ്ടം എനിക്ക് മതി എന്ന് പറയാൻ തീരുമാനം ഉണ്ടെങ്കിൽ ഉറപ്പാണ് ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വലിയ മാറ്റം വരുത്തും, വ്യതിയാനം വരുത്തും. അവൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന അപമാനത്തിന്റെ കാലത്തെ അഭിമാനത്തിന്റെ കാലമാക്കി മാറ്റാൻ പറ്റും. അവഗണനയുടെ കാലത്തെ പരിഗണനയുടെ കാലങ്ങളാക്കി മാറ്റാൻ പറ്റും. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ശ്രമത്തിലല്ല, യേശുവിന്റെ കയ്യിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ എല്ലാ പോരായ്മകളെയും മാറ്റി, ഞങ്ങൾ എവിടെ അവഗണിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ ഞങ്ങളെ ഉന്തിക്കളഞ്ഞോ അവിടെ മാനിക്കുവാൻ അവിടത്തേക്ക് കഴിയും. യേശു അപ്പ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ കൈപിടിക്കണം, ദൈവം അവരെ ഉയർത്തണം. ദൈവത്തിന്റെ പക്ഷത്ത് കയറി നിന്ന് ദൈവത്തിന്റെ ശബ്ദം മനസ്സിലാക്കി ദൈവം എന്താഗ്രഹിക്കുന്നു ആ മേഖലയിൽ മാത്രം ഉറച്ചു നിൽപ്പാൻ ഇടയാക്കണമേ. സകല ആകുലങ്ങളും ഭയങ്ങളും ഭാരങ്ങളും മാറിപ്പോകട്ടെ. ദൈവിക ബലവും ധൈര്യവും വ്യാപരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ദൈവപ്രസാദമായി മാറട്ടെ. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവികമായ ഒരു ഉയർച്ച, ദൈവികമായ ഒരു അംഗീകാരം, ദൈവികമായ ശ്രേഷ്ഠത ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങൾ അതിനോട് സമർപ്പിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.